ഒരിക്കലും രാത്രി ഒരു 11-12 മണി സമയത്ത് എൻ്റെ ഫോണിൽ നിർത്താതെ റിങ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വാട്സപ്പ് വീഡിയോ കോളാണ്. നിർത്താതെയുള്ള വിളിയായതുകൊണ്ട് ഞാൻ ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കണ്ടത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കണ്ണൊക്കെ ആകെ ചോന്നിട്ടുണ്ട്, മുടിയൊക്കെ എന്തോ രൂപത്തിൽ, തീരെ ഫ്രഷ് അല്ല. അയാൾ ഇരിക്കുന്നത് ഡൈനിങ് റൂമിലാണ്. അയാളുടെ കയ്യിൽ ഒരു കപ്പ് കോഫി ഉണ്ട്. ഏകദേശം ഒരു 50 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവും. ഞാൻ ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഡോക്ടറെ, എനിക്ക് എന്തോ ഭ്രാന്താവുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ നേരാമണ്ണെന്ന് ഉറങ്ങിയിട്ട് ഏകദേശം 7-8 മാസമായി. എൻ്റെ കാലുകൾ എപ്പോഴും കടച്ചിലാണ്, കാലിട്ട് അടിക്കണം തോന്നും. കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പം എൻ്റെ വൈഫ് വേറെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഉറക്ക ഗുളികൾ ഒരുപാട് കഴിച്ചു, ഒരു കാര്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം. ഞാൻ ഡോക്ടർക്ക് എൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, സാർ അതൊന്ന് നോക്കണം. അപ്പോൾ സത്യത്തിൽ എനിക്കും നല്ല ഉറക്കമുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ ആ റിപ്പോർട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഉറക്കത്തിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോർമലാണ്. ബ്രെയിനിൻ്റെ MRI ചെയ്തിട്ടുണ്ട്, നോർമലാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോർമലാണ്. സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ടെൻഷൻ്റെയോ ഉറക്കത്തിൻ്റെയോ ഗുളികയുണ്ട്. ഇതൊക്കെ വായിച്ചതിന് ശേഷം പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ കിടന്നാൽ എൻ്റെ കാലുകളൊക്കെ ഭയങ്കര ഭാരമുള്ള പോലെ തോന്നും, മസിൽസൊക്കെ കയറാൻ തുടങ്ങുന്ന പോലെ, ഹൃദയമിടിപ്പ് കൂടും, മൊത്തത്തിൽ ശരീരത്തിലൊരു കരണ്ട് അടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ക്യാമറ ഓൺ ആക്കിയിട്ടാണല്ലോ ഉള്ളത്, നിങ്ങൾ ആ റൂമിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്ന് എന്നെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളിക്ക് ചെറിയ രീതിയിലൊരു ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, കൈ ചെറുതായിട്ട് വിറക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുറേ കാലമായിട്ട് ഒമിപ്രസോൾ എന്ന് പറയുന്ന ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, അതിന് പുറമെ BP-യുടെ ചില മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് കത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബ്ലഡിൽ എപ്പോഴെങ്കിലും മെഗ്നീഷ്യം ചെക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ തന്നെ പോയിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം മെഗ്നീഷ്യത്തിന്, എന്നിട്ട് ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരണം. പിറ്റേന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ അളവ് 1.2, വളരെ കുറവാണ്. സത്യത്തിൽ മെഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു 300ഓളം കെമിക്കൽ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. മസിൽസിനാണെങ്കിലും നാഡികൾക്കാണെങ്കിലും ബ്രെയിനിനാണെങ്കിലും ഒക്കെ മെഗ്നീഷ്യം വേണം. അപ്പോൾ ഇതിൽ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിക്കുന്ന ഗ്യാസിൻ്റെ ഒമിപ്രസോൾ എന്ന് പറയുന്ന ഗുളിക ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മെഗ്നീഷ്യം ആഗിരണം ചെയ്യുന്നത് തടയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം കഴിക്കുന്ന BP-യുടെ ഗുളിക കിഡ്നി വഴി മെഗ്നീഷ്യത്തിന് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശരീരത്തിലുള്ള മെഗ്നീഷ്യത്തിന്റെ സ്റ്റോർ ഫുള്ള് തീർന്നു പോയിട്ടുണ്ട്. അത് കാരണമാണ് അദ്ദേഹത്തിന്റെ കാലിലെ പ്രശ്നങ്ങളും ഉറക്ക പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഞാൻ പുള്ളിയെ ഉടനെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി മെഗ്നീഷ്യത്തിന്റെ ഇഞ്ചക്ഷൻ തന്നെ കൊടുത്തു. പിറ്റേന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറേ കാലത്തിന് ശേഷം ഞാൻ സുഖമായിട്ട് 6 മണിക്കൂർ ഉറങ്ങി. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, മെഗ്നീഷ്യം ശരിയായതോടുകൂടി അദ്ദേഹത്തിന്റെ BP നോർമലായി. അപ്പോൾ BP-ന്റെ ഗുളിക ഒഴിവാക്കാൻ പറ്റി. അതുപോലെ ഉറക്കം ശരിയായപ്പോൾ ടെൻഷൻ കുറഞ്ഞു, അത് കാരണം ഗ്യാസും കുറഞ്ഞു, ഗ്യാസിന്റെ ഗുളിക ഒഴിവാക്കാൻ പറ്റി. പലപ്പോഴും ഉറക്ക പ്രശ്നങ്ങൾ തലയിലല്ല, നമ്മുടെ ബ്ലഡിലാണ്.